ട്രംപ് പാകിസ്ഥാനിൽ എത്തുമെന്നുള്ള വാർത്ത മൊത്തത്തിൽ പ്രചരിച്ചു. എല്ലായിടത്തും വ്യാപകമായിട്ട് അത് പ്രചരിച്ചു. പക്ഷെ അത് ഇല്ല എന്നുള്ളത്, അങ്ങനെ സന്ദർശിക്കുന്നില്ല എന്നുള്ളത് വൈറ്റ് ഹൗസിൽ നിന്ന് വരുന്നു. പിന്നീട് പാക് മന്ത്രാലയത്തിൽ നിന്ന് വന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിലൊരു മാധ്യമം, ഇത് കൊടുത്ത മാധ്യമം മാപ്പ് പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി. സത്യത്തിൽ ആകെ ഗതികെട്ട് നാറി നാമാവശേഷമായ അവസ്ഥയാണ് അല്ലേ പാകിസ്ഥാൻ. എന്താണ് ഉണ്ടായത്? പാകിസ്ഥാനിന്റെ നാണക്കേട് ഒരു നിത്യപരിചിതമായ കാര്യമായതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. തൊലിക്കട്ടിക്ക് അതെ, തൊലിക്കട്ടിക്ക് അവാർഡ് കൊടുക്കേണ്ട ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. നിരന്തരമായിട്ട് ഇവർ ഈ പറയുന്ന നാണക്കേടുകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ മുമ്പിലൊക്കെ ഇളിഭ്യരാവുക എന്നുള്ളത് അവിടുത്തെ മാധ്യമ പ്രവർത്തകർക്കും അവിടുത്തെ സർക്കാരിനുമൊക്കെ നിരന്തരമായിട്ട് ഏൽക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർക്കത് വലിയ പ്രശ്നമില്ല. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൈറ്റ് ഹൗസിൽ നിന്ന് ട്രംപ് ഒരു യാത്ര നടത്തുന്നു. അത് നേരെ പാകിസ്ഥാനിലേക്കാണ്. സെപ്റ്റംബറിലാണ് യാത്ര. നേരെ പാകിസ്ഥാൻ സന്ദർശിക്കുന്നു. അവിടെ പ്രധാനമന്ത്രി അടക്കമുള്ളവരായി കൂടിക്കാഴ്ച നടക്കും. സൈനിക മേധാവിയെ കാണും. ഇങ്ങനെ പല 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 കാര്യങ്ങളെല്ലാം പറഞ്ഞ് പാകിസ്ഥാൻ നെടുനീളത്തിലുള്ള വാർത്തകൾ വിവിധ വെബ്സൈറ്റുകളിൽ വരുന്നു. ഈ വെബ്സൈറ്റുകളെല്ലാം വരുന്നതിന് കാരണം ഇത് പ്രധാനപ്പെട്ട 2 ടെലിവിഷൻ ചാനലുകൾ ഈ വാർത്ത കൊടുത്തു എന്നുള്ളത് കൊണ്ടാണ്. ഇങ്ങനെ വാർത്ത വ്യാപകമായി പ്രചരിക്കുന്നു. പാകിസ്ഥാൻ ആകെ അമേരിക്കൻ പ്രസിഡന്റ് വരുന്നത് അവർക്കൊരു മുതലാളി വരുന്നത് പോലെയാണ്. നമുക്ക് അറിയാമല്ലോ, ഈ പറയുന്ന ഒരു വിധേയത്വമുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അമേരിക്കയോടുള്ള വിധേയത്വം അവർ പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. വിധേയൻ സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അതിൽ മമ്മൂട്ടി വരുന്നത് പോലെയാണ് ഈ പറയുന്ന പാകിസ്ഥാൻ ട്രംപിനെ കാണുന്നത്. മമ്മൂട്ടി വരുന്നത് എങ്ങനെയാണ്, ഈ പറയുന്ന ഗോപകുമാർ സ്വീകരിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അവസാനം പറയുകയും ചെയ്യും, ട്രംപിൻ്റെ ഒരു പെർഫ്യൂമിൻ്റെ മണം, സെൻറ്റിൻ്റെ മണം എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് പാകിസ്ഥാൻ്റെ പോക്ക്. കാരണം തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് ഒരു രാജ്യം നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ അവസ്ഥ. തീവ്രവാദികൾക്ക് സ്വന്തമായി സൈന്യമുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഗതികേടിലാണ്, അത്രയും ഗതികേടിലാണ്. അപ്പോൾ അവിടെ അത് കഴിഞ്ഞിട്ട് വാർത്തയിൽ ഇങ്ങനെയാണ്: സെപ്റ്റംബറിൽ പാകിസ്ഥാൻ സന്ദർശിക്കുന്ന ഡൊണാൾഡ് ട്രംപ് അതിനുശേഷം ഇന്ത്യയിലേക്ക് വരും. ഇന്ത്യയെ സന്ദർശിച്ചാണ് മടങ്ങുക എന്നുള്ള രീതിയിലാണ് വാർത്ത കൊടുത്തത്. വാർത്ത വന്ന് വലിയ രീതിയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വൈറ്റ് ഹൗസിനോട് സ്വാഭാവികമായിട്ട് അമേരിക്കയിലെ മാധ്യമങ്ങൾ ചോദിക്കും, പാകിസ്ഥാനിൽ പോകുന്നുണ്ടോ? അപ്പോൾ പറയില്ല, ഞങ്ങൾ പോകുന്നില്ല. വൈറ്റ് ഹൗസ് അത് പറഞ്ഞ് പ്രസ്താവന ഇറക്കി. ഇതോടുകൂടി പാകിസ്ഥാൻ വെട്ടിലായി. അവസാനം പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞു, ഇല്ല, അങ്ങനെ ഒരു വാർത്ത ഇല്ല, ഞങ്ങൾ അങ്ങനെയൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഈ പറയുന്ന പാകിസ്ഥാനിലെ അമേരിക്കൻ അംബാസഡറോട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു വാർത്തയുണ്ടോ, നിങ്ങൾ ഇവിടേക്ക് വരുന്നുണ്ടോ, അമേരിക്കൻ പ്രസിഡന്റ് വരുന്നുണ്ടോ? എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അയാൾ പറഞ്ഞു, ഒന്നും പറയാനില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാന പശ്ചാത്തലം പറഞ്ഞുതരാം. ആരോ ഉണ്ടാക്കിയ ഒരു കള്ള വാർത്തയാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ മാധ്യമപ്രവർത്തകരായിരിക്കും ചെയ്തത്. ക്വാഡിൻ്റെ ഒരു സമ്മേളനം നടക്കാനിരിപ്പുണ്ട്. ക്വാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചതുർരാഷ്ട്ര സഖ്യം, 4 രാജ്യങ്ങൾ ചേർന്നിട്ടുള്ള. അതിൽ ഇന്ത്യയുണ്ട്, അമേരിക്കയുണ്ട്, ജപ്പാനുണ്ട്, ഓസ്ട്രേലിയയുണ്ട്. ഈ 4 രാജ്യങ്ങൾ ചേർന്നിട്ടുള്ള ഇന്തോ പസഫിക് റീജിയനിലുള്ള ഒരു സൈനിക കൂട്ടായ്മയാണ് ഈ പറയുന്ന ക്വാഡ് എന്ന് പറയുന്നത്. ഈ ക്വാഡിലേക്ക് പ്രത്യേകിച്ച് അത് ലക്ഷ്യം വയ്ക്കുന്നത് ചൈനയാണ്. അപ്പോൾ ഈ ക്വാഡിൻ്റെ സമ്മേളനത്തിനായിട്ട് ട്രംപ് ഇന്ത്യയിലെത്തും. ഇന്ത്യയിൽ വെച്ചാണ് ഈ വർഷം സമ്മേളനം നടക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെത്തുമെന്ന് ഏതാണ്ട് ഒരു സൂചനയുണ്ട്. അതിൻ്റെ ഏതാണ്ട് ഒരു സമയം, അതായത് ഓഗസ്റ്റിൽ എന്തായാലും വരാൻ സാധ്യതയില്ല. കാരണം ഓഗസ്റ്റിൽ നമുക്ക് മറ്റ് അതിഥികളുണ്ടായിരിക്കും, സ്വാതന്ത്ര്യ ദിനവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവാറും സെപ്റ്റംബറിലോ ഒക്ടോബറിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഡിസംബർ. അപ്പോൾ ഏതാണ്ട് ഈ ഒരു 3 മാസ കാലയളവിനിടയ്ക്കായിരിക്കും ട്രംപ് ഇതിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി ഇന്ത്യയിലേക്ക് എത്തുക എന്നുള്ളത് അറിയാം പാകിസ്ഥാൻ. അപ്പോൾ അത് വെച്ചിട്ട് വെറുതെ ഒരു അടി അടിച്ചതാണ്. സെപ്റ്റംബറിൽ ട്രംപ് പാകിസ്ഥാനിലെത്തും, അതിനുശേഷമായിരിക്കുമല്ലോ എന്തായാലും സമ്മേളനം, അവിടേക്ക് പോകും എന്നുള്ള രീതിയിൽ കൊടുത്തത്. പക്ഷേ ഈ വാർത്ത വന്നതോടുകൂടി ഈ വാർത്ത പിൻവലിക്കേണ്ടി വന്നു. ഒരു ടെലിവിഷന് പ്രസിദ്ധ പറഞ്ഞതുപോലെ മാപ്പ് പറയേണ്ടി വന്നു. എന്ത് ചെയ്യാൻ, ആകെ നാണം കെട്ട് നാറിയ അവസ്ഥയിലായി പാകിസ്ഥാൻ. ഇതിനു മുൻപ് അസിം മുനീറിനെ അമേരിക്കയിലെ ഈ പറയുന്ന സൈനിക പരേഡ് നടക്കുന്നു, അതിലേക്ക് ക്ഷണിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു. ആ സൈനിക പരേഡ്, അതായത് സ്വാതന്ത്ര്യ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സൈനിക പരേഡിലേക്ക് അസിം മുനീർ, അതായത് പാകിസ്ഥാനിൻ്റെ മിലിറ്ററി ജനറലിനെ ക്ഷണിച്ചു എന്ന് പറഞ്ഞിട്ട് വാർത്ത വന്നു. അപ്പോൾ വലിയ രീതിയിൽ ഇത് ആഘോഷിക്കപ്പെട്ടു. പാകിസ്ഥാനിലൊക്കെ വലിയ ആഘോഷമായി. അതാ ഓപ്പറേഷൻ സിന്ദൂറിൽ അവർ ജയിച്ചു, അതായത് ഇന്ത്യയെ പ്രതിരോധിക്കുന്നതിൽ അവർ ജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അംഗീകാരമായിട്ട് അമേരിക്ക വിളിച്ചിരിക്കുകയാണെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഒരു വാർത്തയേ ഇല്ല എന്ന് ട്രംപ് പറഞ്ഞു. അതേപോലെ വൈറ്റ് ഹൗസും പറഞ്ഞു. നാണം കെട്ട് നാറിപ്പോയി. അത് കഴിഞ്ഞപ്പോഴത്തെ അസിം മുനീർ എന്ത് ചെയ്തു, വലിഞ്ഞു കയറി അവിടെ പോയി അമേരിക്ക സന്ദർശിക്കാൻ പോയി. അവിടെ ചെന്ന അവസാനം വലിഞ്ഞു കയറി വന്നതല്ലേ, ഇറക്കി വിടണ്ടെന്ന് വിചാരിച്ചിട്ട് ട്രംപ് വിളിച്ചിരുത്തി സംസാരിച്ചു. അപ്പോൾ അതേ സമയത്ത് തന്നെയാണ് ഈ പറയുന്ന നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് വരുന്നു ഒരു വിദേശയാത്ര കഴിഞ്ഞിട്ട്. ആ സമയത്ത് നരേന്ദ്രമോദിയെ ട്രംപ് അങ്ങോട്ടേക്ക് ക്ഷണിച്ചിരുന്നു. പക്ഷേ ട്രംപിൻ്റെ
ആ കൂടിക്കാഴ്ചയ്ക്കായിട്ട് പോയില്ല. അത് പോകാത്തതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു G20 രാജ്യങ്ങളുടെ ഉച്ചകോടി G8 രാജ്യങ്ങളുടെ ഉച്ചകോടി കഴിഞ്ഞിട്ട് കാനഡയിൽ നിന്ന് തിരിച്ചു മടങ്ങുമ്പോഴായിരുന്നു. പക്ഷേ ഈ മോദി പറഞ്ഞു അത്തരത്തിലൊരു ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഇപ്പോൾ താല്പര്യമില്ല, ഇന്ത്യയിലേക്ക് മടങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്ഷണം നിരസിച്ച് ഇന്ത്യയിലേക്ക് പോകും. അന്ന് മോദി അവിടെ ചെന്നിരുന്നെങ്കിൽ വലിയ പ്രശ്നമായേനെ. കാരണം അസീം മുനീറിനെ അവിടെ പിടിച്ച് വലതുവശത്തിരിക്കുകയാണ്. ഇപ്പുറത്ത് നരേന്ദ്രമോദിയെ കൂടി പിടിച്ചിരുത്തിയാൽ നരേന്ദ്രമോദിക്ക് പറ്റിയ തണ്ടിയല്ല ഈ പറയുന്ന അസീം മുനീർ. ഷഹബാസ് ഷെരീഫ് പോലും അല്ല, അയാൾ പോലും അവിടെ താഴെയാണ്. അപ്പോൾ അത്ര താഴ്ന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പോലും മോദി നേരിട്ട് കാണേണ്ടതില്ല, നമ്മുടെ വിദേശകാര്യമന്ത്രി അയക്കാന്ന് പറയും. അവിടെയാണ് അമേരിക്കയിൽ വൈറ്റ് ഹൗസിൽ വെച്ച് മോദിയെ ട്രാപ്പിൽ പെടുത്താനുള്ള രീതിയിലേക്ക് ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചത്. പക്ഷെ നടന്നില്ല. എന്താണ് ട്രംപിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവരെ രണ്ടുപേരും അപ്പുറം ഇപ്പുറം ഇരുത്തിയിട്ട് ഞാനിതാ സമാധാനം കൊണ്ടുവന്നിരിക്കുന്നു, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രശ്നത്തിന് ഞാൻ പരിഹാരം കണ്ടിരിക്കുന്നു. ഒരു ഫോട്ടോ എടുക്കാനായിരുന്നു, നടന്നില്ല, ചീറ്റിപ്പോയി. പക്ഷേ അസീം മുനീർ എന്താ, ഫീൽഡ് മാർഷലായിട്ടുള്ള അസീം മുനീർ താൻ ഫീൽഡ് മാർഷലായി ഇതാ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്പറേഷൻ സിന്ദൂറിൽ അടിച്ച് തകർത്ത് നിന്ന് കത്തി പാകിസ്ഥാന്റെ പല മേഖലകൾ, സൈനിക കേന്ദ്രങ്ങളിലെ തകർന്ന തവിടുപൊടിയായി, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ബാക്കിയില്ല, റഡാർ സംവിധാനങ്ങൾ അശേഷം പ്രവർത്തിക്കാത്ത ഗതിയായി. ഇനി ഒരു 5 വർഷം എടുക്കും, അതായത് പതിറ്റാണ്ടെടുക്കും പാകിസ്ഥാൻ ഈ പറയുന്ന സൈനിക കാര്യങ്ങളെല്ലാം തിരിച്ച് നേടിക്കൊണ്ടുവരാനായിട്ട്. അത്ര വലിയ പ്രഹരമേൽപ്പിച്ച ഇന്ത്യ നിലനിൽക്കുമ്പോഴാണ്, ഇന്ത്യക്ക് മുന്നിൽ നിൽക്കുമ്പോഴാണ് പാകിസ്ഥാൻ പറയുന്നത് ഇതാ ഞങ്ങൾ യുദ്ധത്തിൽ ജയിച്ചു, അതുകൊണ്ട് ഞങ്ങളുടെ ജനറലിനെ ഞങ്ങൾ ഫീൽഡ് മാർഷലാക്കിയിരിക്കുന്നു. നമുക്ക് 2 ഫീൽഡ് മാർഷൽമാരാണ് ഇന്ത്യയിലുള്ളത്. ഒന്ന് നമുക്കറിയാം, നമ്മുടെ സാം ബഹദൂർ എന്ന് പറയുന്ന സാം മനേക്ഷ, അതിനു മുമ്പ് ഫീൽഡ് മാർഷൽ കരിയപ്പ എന്ന് പറയുന്ന ഒരു മഹാനായ മനുഷ്യൻ. അങ്ങനെ 2 വലിയ ഫീൽഡ് മാർഷലുകൾ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ കൃത്യമായ വിജയത്തിന്റെ പിന്നോടിയായിട്ട് നമ്മളുടെ രാജ്യത്തെ നയിക്കാൻ പ്രാപ്തരെ 2 ഫീൽഡ് മാർഷൽമാരെ തിരഞ്ഞെടുത്തതാണ്. പക്ഷേ പാകിസ്ഥാനിൽ അങ്ങനെയല്ല. എതുകെട്ട് നിൽക്കുന്ന സർക്കാരിന് പിടിച്ചു നിൽക്കാൻ വേണ്ടി അവിടെ ഒന്നുമല്ലാതിരുന്ന ഒരു ജനറലിനെ പിടിച്ചിട്ട്, പരാജയപ്പെട്ട ജനറലിനെ പിടിച്ചിട്ട് ഫീൽഡ് മാർഷലാക്കിയിരിക്കുകയാണ്. ഇതിലപ്പുറം നാണം കെട്ട ഒരു രാജ്യം ബാക്കിയുണ്ടോ എന്നുള്ളതാണ്. തൊലിക്കട്ടി ഒന്നുകൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു രാജ്യം. ഇന്ത്യ കയറി അടിച്ചിട്ട് പോയി, 4-5 അടിയൊക്കെ കൊണ്ടിട്ട് പറഞ്ഞിട്ട് ഒന്നും പറ്റിയില്ല, ആരും ഒന്നും ചെയ്യണ്ട എന്ന് പറയുന്ന അവസ്ഥയിലാണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഗതികെട്ട ഒരു രാജ്യത്തിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് ഈ പറയുന്ന അടുത്ത നാണക്കേട് കൂടി. ഇപ്പോൾ ട്രംപ് എന്തായാലും നിഷേധിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ ഒന്നും മിണ്ടിയിട്ടില്ല ഈ കാര്യത്തിനകത്ത്. പ്രതികരിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിനല്ലേ നേരം ഉണ്ടാവുള്ളൂ എന്നുള്ളത്. സീൽ കേസാണ്. 2006 അവസാനമായിട്ടൊരു അമേരിക്കൻ പ്രസിഡന്റ് പാകിസ്ഥാൻ സന്ദർശിക്കുന്നത്. അത് ജോർജ് ബുഷ് ആയിരുന്നു. ജോർജ് ബുഷ് അന്ന് സന്ദർശനം നടത്തി മടങ്ങി. നമുക്കറിയാം അതിന് ശേഷവും ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ എന്തൊക്കെയാണെന്ന്. ലാദനെ ഒബാമയുടെ ഭരണകാലത്ത് കൊലപ്പെടുത്തുന്നത് പാകിസ്ഥാന്റെ അകത്ത് കയറിയിട്ടാണ്. പാകിസ്ഥാൻ അറിയുക പോലും ചെയ്തില്ല. പിറ്റേന്നാണ് പാകിസ്ഥാൻ അറിയുന്നത് ഇങ്ങനെ ഒരു കാര്യം നടന്നു എന്നുള്ളത് പോലും. അവർക്ക് അവിടെ വെച്ചിട്ട് അവരുടെ ഒരു ഹെലികോപ്റ്റർ നഷ്ടമായത് മൊത്തം അവിടെ വെച്ച് തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ് അമേരിക്ക തിരിച്ചു പോയതല്ല. അപ്പോൾ അങ്ങനെ കൃത്യമായ നീക്കങ്ങൾ നടത്തിയ പാകിസ്ഥാനകത്തുള്ള പല സൈനിക താവളങ്ങളും അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ അമേരിക്കയാണ് പാകിസ്ഥാനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇറാന്റെ കയ്യിൽ ആണവ ബോംബ് ഉണ്ടായാൽ അത് ഞങ്ങൾക്ക് ലോകരാജ്യത്തിന് ഭീഷണിയാണ് എന്ന് പറഞ്ഞാണ് ഇസ്രയേൽ ഇറാനിൽ കയറി അടിച്ചത്. ഇറാൻ വളർത്തിയ ഭീകര സംഘടനകൾ ഏതൊക്കെയാണ്? മൊസാദ്, ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തികൾ. ഈ 3 വിഭാഗങ്ങൾ, തീവ്രവാദ വിഭാഗങ്ങളെ വളർത്തി വെച്ചിരിക്കുന്ന രാജ്യമാണ് ഇറാൻ. പാകിസ്ഥാൻ ഇതേ പോലൊരു രാജ്യമാണ്, ഇസ്ലാമിക രാജ്യമാണ്. അവർ വളർത്തിയ തീവ്രവാദികളാണ് തെഹ്രീക്ക് താലിബാൻ, അൽ ഖ്വയ്ദ, താലിബാൻ, ഈ ജെയ്ഷെ മുഹമ്മദ്, ഇന്ത്യൻ മുജാഹിദീൻ അടക്കമുള്ള ഭീകരവാദികളെ മൊത്തം ഉണ്ടാക്കിയ പാകിസ്ഥാൻ. ഇറാൻ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ ഭീകരവാദ സംഘടനകളെ പാകിസ്ഥാൻ ഉണ്ടാക്കിയത്. അതേ പാകിസ്ഥാന്റെ കയ്യിലാണോ ബോംബിരിക്കുക? ഇത് ഈ ഭീകരർക്ക് കിട്ടാൻ വലിയ താമസമില്ല. പക്ഷേ ഇത് അമേരിക്കൻ നിയന്ത്രണത്തിലാണ് എന്നുള്ളതാണ് അവിടുത്തെ ഒരു കാര്യം. അതുകൊണ്ട് മാത്രമാണ് ലോകരാജ്യങ്ങൾ, ഈ പറയുന്ന ഇസ്രയേൽ അടക്കമുള്ള, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഉണ്ടായി. എന്ന് അമേരിക്കയുടെ പിടി പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് പോകുമോ അന്ന് ഈ പറയുന്ന ആണവ ബോംബുകളെല്ലാം അപകട ബോംബുകളാണ്. അത് വെറുതെ ഇരിക്കുന്ന ബോംബുകളല്ല. അതിഭീകരമായ രീതിയിൽ ലോക നശീകരണത്തിന് ഈ ഭീകര സംഘടനകൾ ഉപയോഗിക്കുക. എന്ന് അമേരിക്കയുമായിട്ട് പാകിസ്ഥാൻ തെറ്റുമോ അന്ന് ഈ പറയുന്ന ഭീകര സംഘടനയുടെ കയ്യിൽ ഇതിൻ്റെ റിമോട്ട് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു രാജ്യം അമേരിക്കയെ അടിമയാക്കി പിടിച്ചു നിർത്തിയിരിക്കുന്നത് കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു രാജ്യത്തിന് അതിലപ്പുറം നാണക്കേടില്ലല്ലോ. എൻ്റെ വീട് ഭരിക്കുന്നത് മറ്റവനാണ് എന്ന് പറയുന്നതിനപ്പുറം നാണക്കേടില്ല. ആ നാണക്കേടിൽ നിൽക്കുന്ന പാകിസ്ഥാന് എൻ്റെ വീട് ഭരിക്കുന്ന ആൾ നാളെ ഇങ്ങോട്ട് വരും കേട്ടോ എന്ന് പറഞ്ഞിട്ട് വരില്ല എന്ന് പറഞ്ഞാൽ നാണം കേട്ടത് ഉണ്ടാവാൻ സാധ്യതയില്ല. അവർ അപഹാസ്യരായിക്കൊണ്ടിരിക്കുന്നു, നിരന്തരം നാണം കെട്ടുകൊണ്ടിരിക്കുന്നു. അതിൽ പാകിസ്ഥാൻ പ്രത്യേകിച്ച് സങ്കോചം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കേൾക്കുന്ന നമ്മൾക്കല്പം സങ്കോചം ഉണ്ടാവാനേ ഇടയുള്ളൂ.